ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, ചില ലോക്സഭാ മണ്ഡലങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആകെ 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 80 മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. 48 മണ്ഡലങ്ങളുമായി മഹാരാഷ്ട്ര തൊട്ട് പിന്നിലുണ്ട്. പശ്ചിമ ബംഗാളിൽ 42, ബീഹാറിൽ 40, തമിഴ്നാട്ടിൽ 39 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. സിക്കിം, നാഗാലാൻഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതിൽ ആലത്തൂരും മാവേലിക്കരയും പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ലോക്സഭാ മണ്ഡലം ലഡാക്കാണ്. 1,73,266 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ 4.5 മടങ്ങ് വിസ്തീർണമുണ്ട് ലഡാക്കിന്. 1,79,232 വോട്ടർമാരാണ് ലഡാക്കിലുള്ളത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ 3 രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നു ലഡാക്ക്. രാജസ്ഥാനിലെ ബാത്മീർ, ഗുജറാത്തിലെ കച്ച്, അരുണാചൽ ഈസ്റ്റ്, അരുണാചൽ വെസ്റ്റ് എന്നിവയാണ് വിസ്തീർണം കൂടുതലുള്ള മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ. ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള ലോക്സഭാ മണ്ഡലം ഡൽഹിയിലെ ചാന്ദ്നി ചൗക്കാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാണ്? തെലങ്കാനയിലെ മൽക്കജ്ഗിരി ലോക്സഭാ മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. 31 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മൽക്കജ്ഗിരിയിലുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ്. 57,784 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലമാണ് ലക്ഷദ്വീപ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ലക്ഷദ്വീപ്. ഒരാളെ തന്നെ തുടർച്ചയായി 10 തവണ ലോക്സഭയിലേക്ക് അയച്ചതിൻ്റെ റെക്കോർഡും ലക്ഷദ്വീപിന് സ്വന്തം. 1967 മുതൽ 2004 വരെ PM സയ്യിദ് ആയിരുന്നു ലക്ഷദ്വീപിൻ്റെ MP.